ഉള്ളതായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആ സംശയം വന്ന കാര്യങ്ങളൊന്ന് പറയാം. എവിടെയാണ് എന്ത് സംശയങ്ങളാണുള്ളത് എന്നൊന്ന് പറയുന്നോണ്ട് വിരോധമല്ല. മറ്റേ സാറ് എടുത്തപ്പം എന്തോ ലാസ്റ്റ് എന്തോ പറഞ്ഞു, എനിക്ക് തീരെ ക്ലിയർ ആയിട്ട് കേട്ടതും ഇല്ല. ഞാനൊരു ക്ലാസ്സിന് വന്നില്ല, അന്ന് എടുത്തതാ തോന്നുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായില്ല എന്താണെന്നുള്ളത്. സിഫുർ മുസ്തദീർ എന്താണെന്നാണ് മനസ്സിലാക്കാൻ പറഞ്ഞത് അവര്. അതന്നെ. ഓക്കെ ആയിക്കോട്ടെ, അത് വരും കേട്ടോ. സിഫുർ മുസ്തദീർ വരും. ഓക്കെ, നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലേ? സ്ക്രീന് കാണുന്നുണ്ടല്ലോ അല്ലെ? സ്ക്രീൻ കാണുന്നുണ്ട്. ഓക്കെ. സിഫർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. സിഫർ എന്ന് പറഞ്ഞാല് 0 എന്നാണ് അർത്ഥം. സിഫർ എന്ന വാക്കിന്റെ അർത്ഥം, മീനിങ് 0 എന്നാണ്. സിഫർ എന്ന വാക്കിന്റെ അർത്ഥം 0. ഖുർആനില് 2 ടൈപ്പ് 0 നൽകപ്പെട്ടിട്ടുണ്ട്. അത് അലിഫിനും യാഇനും വാവിനും മുകളിലാണ് അത് ഉണ്ടാവുക. അലിഫിന്റെ മുകളിൽ മാത്രം കൊടുക്കാൻ ഒരു പ്രത്യേക തരം 0 ഉണ്ട്. എന്നാൽ മറ്റൊരു 0 ഉണ്ട് അലിഫിനും യാഇനും വാവിനും മുകളിലിടും, 3-നും മുകളിലിടും. 3-ന്റെയും മുകളിൽ വരുന്ന സിഫറാണ് വട്ടത്തിലുള്ള 0. വട്ടത്തിലുള്ള 0വും നീളത്തിലുള്ള 0വും ഉണ്ട്. വട്ടവും നീളവും എന്ന് പറഞ്ഞാൽ ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോ വട്ടപൂജ്യം നീളപൂജ്യം എന്ന് മലയാളീകരിച്ച് പറയാം. അത് അറബിയിൽ പറയുമ്പോൾ തജ്വീദിയായിട്ട് അതിന്റെ റോള് കൂടെ പറഞ്ഞാണ്, അതിന്റെ ധർമ്മവും കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് പറയുന്ന വാക്കാണ് മുസ്തദീറായ 0, വട്ടപൂജ്യം. രണ്ടാമത്തത് മുസ്തത്വീലായത്, തവീൽ ആയ 0. അതായത് അത് അലിഫിന് മുകളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് തന്നെ വളരെ കുറഞ്ഞ പദങ്ങളുടെ മുകളിലേ ഉള്ളൂ. അത് നിർത്തുമ്പോൾ നീട്ടി നിർത്താനുള്ള അലിഫാണ് എന്ന് അറിയിക്കാനാണ് അതിന്റെ മുകളിൽ 0 കൊടുക്കുന്നത്. അത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല, ഇപ്പൊ ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. കാരണം വട്ടപൂജ്യം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആർക്കോ മനസ്സിലായില്ല എന്ന് നേരത്തെ കേട്ടപ്പോൾ തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. എന്നാൽ ഈ വട്ടപൂജ്യം എന്നതിന്റെ പ്രത്യേകത, അത് ചില സ്ഥലത്ത് അലിഫിന്റെ മുകളിൽ കാണാം, ചില സ്ഥലത്ത് വാവിന്റെ മുകളിൽ കാണാം, വളരെ റയറായിട്ട് യാന്റെ മുകളിലും വന്നിട്ടുണ്ട്. അലിഫ്, യാ, വാവ് എന്നീ 3 അക്ഷരങ്ങളുടെ മുകളിലും വരാനിടയുള്ള, സാർവത്രികമായ അലിഫിന് മുകളിൽ വരാറുള്ള വട്ടത്തിലുള്ള 0-ത്തിനാണ് സിഫർ മുസ്തദീർ എന്ന് പറയാം. അലിഫിന് മുകളിലാവുമ്പോൾ അലിഫ് സിഫർ മുസ്തദീർ എന്ന് പറയും. ഉലായിക എന്ന വാവ് നമ്മൾ ബഖറയിലെ 5-ാമത്തെ ആയത്ത്, നിങ്ങൾ മുമ്പ് ഖുർആന്റെ ഇപ്പൊ തന്നെ എടുത്തു നോക്കിയാൽ പെട്ടെന്ന് കാണാൻ, ഞാൻ ഇതിൽ കോപ്പി ചെയ്തിട്ടില്ല. സൂറത്ത് ബഖറയിലെ 5-ാമത്തെ ആയത്ത് നമ്മുടെ മുഅ്മിനൂനിൽ തന്നെ ഉണ്ട്, ഉലായിക ഹുമുൽ ആദൂൻ. അവിടെയൊക്കെ ഉലായിക എന്നുള്ളടത്ത് അലിഫ് ഹംസ വമ്മ കഴിഞ്ഞിട്ട് ഒരു വാവ് ഉണ്ട്. ആ വാവിന് മുകളിൽ ഒരു 0 ഉണ്ട്. അത് സുക്കൂൻ അല്ല, വാവ് സിഫർ മുസ്തദീർ. എന്താണ് അതിന്റെ പ്രത്യേകത? അത് എഴുത്തിന്റെ നിയമം മാത്രമാണ്. എഴുത്തിൽ വാവുണ്ടാവും, പക്ഷെ ഉച്ചാരണത്തിലില്ല. അതായത് നുത്തുക്കിലില്ല. നുത്തുക്ക് എന്ന് പറഞ്ഞാൽ പ്രൊനൗൺസിയേഷൻ, ഉച്ചാരണം. ലാ യുൻതഖ് ഉച്ചരിക്കപ്പെടാത്ത വാവാണ് ഈ മുസ്തദീറായ സിഫർ കാണുന്ന വാവുകൾ, മുസ്തദീറായ സിഫർ കാണുന്ന അലിഫുകൾ, മുസ്തദീറായ സിഫർ കാണുന്ന 0 കാണുന്ന വട്ട 0 കാണുന്ന അലിഫുകൾ. അത് എഴുത്തിലുണ്ടാവും, ഉച്ചാരണത്തിൽ ഉണ്ടാവില്ല. അലിഫ് സിഫർ മുസ്തദീർ ഉലായിക്ക എന്നുള്ളതിന്റെ വാവിന്റെ മേലെ ഒരു 0 കാണുന്നുണ്ട് ചെറുതായിട്ട്. അതാണല്ലേ ഇപ്പൊ പറഞ്ഞത്? അതാണ് സിഫർ മുസ്തദീർ. പിന്നെ നീളമുള്ള 0 എന്ന് പറഞ്ഞത് വേറെ 0 ഉണ്ടെന്ന് പറഞ്ഞത്. നീളപൂജ്യം പിന്നെ പഠിക്കും, അതൊരു ദിവസം പഠിക്കാനുള്ളതാ. ആയിക്കോട്ടെ, അത് പിന്നെ പഠിക്കും ഇൻഷാ അല്ലാഹ്. ഏതായാലും ഖുർആനിൽ 0 രൂപത്തിൽ കാണുന്നത് സുക്കൂൻ അല്ല എന്ന് മനസ്സിലാക്കണം കേട്ടോ. സുക്കൂന് ഖുർആനിൽ എന്താ കൊടുത്തതെന്ന് നിങ്ങളിപ്പം ബഖറ എടുത്തു നോക്കിയപ്പോ ദാലിക്കൽ കിതാബു എന്നുള്ള കിതാബു എന്നുള്ള എന്ന ലാമിന്റെ മുകളിൽ നോക്കൂ, 0 ആണോ അല്ലെങ്കിൽ ഒരു സെമി സർക്കിളോ അല്ലെങ്കിൽ ഒരു ഹാ പോലെയൊക്കെ എഴുതിയിട്ടുള്ളതാണോ ഒരു കഷ്ണം? സെമി സർക്കിൾ ആണ്, ആ പകുതി ഉള്ളതിന്. അതാണ് സുക്കൂൻ അല്ലേ? അതാണ് ഖുർആനിലെ സുക്കൂൻ.
ഓ ശരി, ഇനി നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം ഇൻഷാ അല്ലാ. സ്ക്രീന് നിങ്ങൾ അവിടെ കാണുന്നുണ്ടല്ലോ അല്ലെ? അതെ. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് മദ് ത്വബീഇ എന്ന പാഠഭാഗമാണ്. എല്ലാവർക്കും അതൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്യാം, അല്ലെങ്കിൽ എഴുതി വെക്കാം. മദ് എന്ന പദത്തിന്റെ അർത്ഥം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ദീർഘം എന്നാണ് അർത്ഥം. ദീർഘം. ത്വബീഇ എന്ന് പറഞ്ഞാൽ അസ്ലി എന്നാണ് അർത്ഥം. അസ്ലിയായ ദീർഘം. അതായത് അസ്ലി ത്വബീഇ രണ്ട് വാക്കിന്റെ അർത്ഥം സാധാരണം എന്നാണ്. സാധാരണ ദീർഘം. മദ് ത്വബീഇ സാധാരണ ദീർഘം. സാറ് സിഫർ മുസ്തദീറിനെ പറ്റി പറഞ്ഞത് മനസ്സിലായല്ലോ എല്ലാവർക്കും? അതെ അതെ. ആർക്കെങ്കിലും എന്താ പറഞ്ഞത് സാറ്? സിഫർ മുസ്തദീറിനെ പറ്റി എന്താ പറഞ്ഞത് സാറ്? മുസ്തദീർ എന്ന് പറഞ്ഞാല് വട്ടപൂജ്യായിട്ട് അലിഫിന്റെയും വാവിന്റെയും യാന്റെയും മേലെ വരുന്ന ഉച്ചരിക്കാത്ത. ആ എന്ത് വായനയിൽ ഉണ്ടാവില്ല എന്നാ പറഞ്ഞത്? എന്താ എഴുത്തിലും വായനയിൽ ഇല്ലാത്ത സാധനം എന്താ? അല്ല, സിഫർ മുസ്തദീർ അല്ല വായനയില്ലാണ്ടൊക്കെ. അല്ല, അതെങ്ങനെ സിഫർ വായനയിൽ ഉണ്ട് ഇല്ലാന്ന് എങ്ങനെ പറയാം? അവിടെ എന്തോ ഒരു കൺഫ്യൂഷൻ ഇല്ലേ? ആ അതന്നെ. അപ്പൊ എങ്ങനെ? അപ്പൊ അല്ല, അല്ലെങ്കിൽ നമ്മൾ സിഫർ നമ്മൾ ഉച്ചരിക്കില്ലല്ലോ. എന്താ വായനയിൽ ഇല്ലാണ്ടാവുന്ന സാധനം എന്താ? ആ മദ് ഇല്ലേ? അത് അതിന്റെ താഴെ വരുന്ന അക്ഷരാണ് ഇല്ലാണ്ടാവുന്നത്. അതിന്റെ താഴെ വരുന്ന ആളാണ് ഇല്ലാണ്ടാവുന്നത്. ആ പൂജ്യമല്ല ഇല്ലാണ്ടാവുന്നത് കേട്ടോ വായനയില്. എന്തിന്റെ മുകളിലാണോ? ഏത് അലിഫിന്റെ മുകളിലാണോ, വാവിന്റെ മുകളിലാണോ, യാവിന്റെ മുകളിലാണോ, ഏതിന്റെ മുകളിലാണോ വരുന്നത്, അതിന്റെ എഫക്റ്റ് ആണ് ഇല്ലാണ്ടാക്കുന്നത്. അങ്ങനെ ഒരാൾ ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത് അല്ലേ? പിന്നെ ഇനിയിപ്പോ സാറ് സ്ലൈഡ് ഉണ്ടല്ലോ, മദ് ത്വബീഇ എന്ന് പറയും. നമ്മള് ഈ തഹജ്ജ് ചെയ്യുമ്പം പറഞ്ഞില്ലേ, ഇപ്പൊ ഹംസ വരാണെങ്കിൽ ഹംസ ഫത്സ അലിഫ് മദ് എന്താ പറഞ്ഞത്? അവന്ന് പറഞ്ഞു നോക്കി അങ്ങനെ. അലിഫ് മദ് അപ്പൊ എന്തായി? ത്വബീഇ ഹർക്കത്താൻ അല്ലേ? അല്ല, ഇത് ത്വബീഇ ഹർക്കത്താൻ പഠിച്ചില്ലല്ലോ. പഠിച്ചില്ലല്ലോ. അത് അധികം അറിയണവര് പറയില്ല. അതുകൊണ്ടാണ് പറയുന്നത്. അതാണ് അറിയണവര് പറയില്ലേ പറഞ്ഞത്. സാർ വന്നോ? ശരി സാറേ, ഞാൻ മാറാം. സാറ് വരും. ഓക്കെ. അപ്പോ ആശങ്കപ്പെടേണ്ടതില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പിന്നെ ധൃതിപ്പെടേണ്ടതില്ല. പിന്നെ ഇത് രണ്ട് കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക. ആരും തിരക്കിടണ്ട. നമ്മള് ഒരുപാട് കാര്യങ്ങള് പഠിക്കാനുള്ളത്. അതാ ചില സംശയങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കുമ്പോ ഇൻഷാ അല്ലാഹ് നമുക്ക് അത് അന്ന് പറയാന്ന് പറയുന്നത് അതുകൊണ്ടാ. കാരണം ഇപ്പൊ പറഞ്ഞാലേ ഇത് തുടക്കക്കാർക്കും അധികം ഒന്നും പഠിച്ചിട്ടില്ലാത്ത ആൾക്കാർക്കും ഒക്കെ ഭയങ്കര ടെൻഷനായിരിക്കും. അത് എനിക്കറിയില്ലല്ലോ, അതെന്താ ആവോ, പുതിയ കാര്യമാണല്ലോ, അത് എനിക്ക് മനസ്സിലായില്ല എന്നൊക്കെ തോന്നും. മറ്റുള്ളവർ സൗണ്ട് ഓഫ് ചെയ്യൂ, മൈക്ക് ഓഫ് ചെയ്യൂ. അപ്പോ അങ്ങനെ ഒരു ആശങ്ക പലർക്കും ഉണ്ടാവാൻ സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നമ്മൾ ഈ സ്ലൈഡിൽ നിന്ന് പുറത്തു പോകാത്തത് കേട്ടോ. അപ്പൊ ആരും ഒന്നും വിചാരിക്കരുത്, സാറോട് ചോദിച്ചിട്ട് പറഞ്ഞില്ലല്ലോ, റഫീഖ് ഖാനോട് ചോദിച്ചിട്ട് പറഞ്ഞില്ലല്ലോ, യാസർ ഖാനോട് ചോദിച്ചിട്ട് എന്താ പറഞ്ഞു തന്നില്ലല്ലോ എന്ന് വിചാരിക്കരുത്. ഈ സ്ലൈഡിൽ നിന്ന് പുറത്തേക്ക് അധികം നമ്മൾ പോവാത്തതും സ്ലൈഡ് ഇടുന്നതും തന്നെ ഇതിൽ ഒതുങ്ങാനാ. ഒരു ദിവസം 1-2 ടോപ്പിക് മാത്രമേ പഠിക്കാവുള്ളൂ. അധികം പഠിച്ചാല് സാധാരണക്കാരായ ആൾക്കാർക്ക് അത് വലിയ വിഷമാവും. ഓക്കെ. അപ്പോ ഇന്ന് ഒരു പുതിയ ആള് കയറാനുണ്ടായിരുന്നു, ഞാൻ ലിങ്ക് കൊടുത്തിരുന്നു. കയറിയോ എന്നൊന്ന് പറയോ? കയറിയോ? ഓക്കെ. യെസ്, ശരി. അപ്പോ നമ്മള് മദ് ത്വബീഇ നേരത്തെ ഒരാശയം, ഒരു ചെറിയ സംശയം വന്നതായിട്ട് ഞാൻ കേട്ടു. സിഫർ മുസ്തദീർ ആണോ പിന്നെ ഒഴിവാകുന്നത്, അല്ലെങ്കിൽ അതിന്റെ അക്ഷരമാണോ? ആ അക്ഷരമാണ്. സിഫർ മുസ്തദീർ എന്നതൊരു സിമ്പിള് മാത്രമാണ്. സിഫർ എന്നതൊരു അടയാളം മാത്രമാണ്. ആ
സിഫർ നൽകപ്പെട്ട അക്ഷരമാണ് പ്രൊനൗൺസ് ചെയ്യപ്പെടാത്തത് കേട്ടോ. എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. ഊലായിക്കാന്നും ഉവ്ലായിക്കാന്നും പറയണ്ട, ഉലായിക്ക എന്ന് മതി. ഊ കഴിഞ്ഞിട്ട് നേരെ ലാമാണ് ഉച്ചരിക്കുന്നത്. അപ്പോ എഴുത്തിൽ അങ്ങനെയുണ്ട്. നമ്മളെ ഇംഗ്ലീഷിലൊക്കെ അല്ലേ പേഴ്സ് എന്ന് പറയും, കോഴ്സ് എന്ന് പറയും, സൈക്കോളജി എന്ന് പറയും. പക്ഷെ സൈക്കോളജിയുടെ മുമ്പിൽ ഒരു പി ഉണ്ട്. ഇപ്പ് സൈക്കോളജി എന്ന് പറയാറില്ല. അപ്പൊ ഇപ്പ് സൈക്കോളജി എന്നാണ് അതിന്റെ എഴുത്ത് നിയമം. സൈക്കോളജി എഴുതുമ്പോൾ ഒരു പി വേണം. സുനാമി എഴുതുമ്പോൾ ഒരു ടി വേണം. സുനാമി ഒറ്റ സുനാമി എന്നാണ് ഉള്ളത് എഴുത്തിലുണ്ടാകുക. ഐസ്ലാൻഡ് എന്ന് എഴുതും, പക്ഷെ ഐലൻഡ് എന്നാണ് വായിക്കുക. ഇതുപോലെ ഒരുപാട് വാക്കുകളുണ്ട്, മലയാളത്തിലും ഉണ്ടാവാം. അപ്പോ അത് എഴുത്തിലെ നിയമം ഒന്ന് വേറെയും വായനയുടെ നിയമം ഒന്ന് വേറെയുമാണ് എല്ലാ ഭാഷകളിലും. ഐ ഡോണ്ട് നോ എന്നാരും പറയാറില്ല. ഐ ഡോണ്ട് നോ എന്നേ പറയുള്ളൂ. NOW അല്ല, പിന്നെ KN ഉണ്ട്. കെ വായിക്കാറില്ല. ഇതുപോലെ സിഫർ മുസ്തദീർ നൽകപ്പെട്ട വാവ് അലിഫ് യാ അത് വായനയിലില്ല എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇന്ന് വരുന്നുണ്ട് വാക്ക്, അപ്പൊ നമുക്ക് വായനയിൽ നിന്ന് ഒന്നുകൂടെ മനസ്സിലാവും ഇൻഷാ അല്ലാഹ്. മദ് ത്വബീഇ എന്ന് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ആൻസർ നൽകാൻ വോയിസിന് പുറമെ അല്ലെങ്കിൽ അത്യാവശ്യമായി ഞാൻ പറയുന്ന കാര്യം മാത്രം വോയിസിൽ വരാം. അല്ലാത്തത് നിങ്ങൾ കേട്ടു, ഉൾക്കൊണ്ടു, മനസ്സിലായി എന്ന് എനിക്ക് തിരിച്ചറിയാൻ നിങ്ങൾ എന്തെങ്കിലും ഒരു കൈ ഇങ്ങനെ കാണിക്കണം. അതായത് പിന്നെ ഇതുണ്ടല്ലോ, ഇതിനകത്ത് കൈ ഇങ്ങനെ പറത്തിയാൽ മതി, ഓക്കെ എന്ന് എഴുതി വിട്ടാലും മതി. അത് നിങ്ങൾക്ക് എളുപ്പമാണ്. ഞാനത് ഇങ്ങനെ കാണുമ്പോൾ എനിക്കും ഒരു ആശ്വാസം, ശരി മനസ്സിലായിട്ടുണ്ട്. അതോടൊപ്പം മനസ്സിലാവാത്തയാള് ഒന്ന് പിന്നെ ലൈക്ക് ചെയ്യല്ല, ഡിസ്ലൈക്ക് ചെയ്യുകയും വേണം. അപ്പൊ എനിക്ക് അതൊന്നും കൂടെ ആവർത്തിക്കാനും പറ്റും. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ ബാക്ക് ബെഞ്ചിൽ ഇരിക്കരുത്. മനസ്സിലായിട്ടില്ലാത്തവർ മുന്നിലേക്ക് തള്ളിക്കയറി വരണം, ചോദിക്കണം. ഓക്കെയാണ്. അപ്പൊ മദ് ത്വബീഇ സാധാരണ ദീർഘം. ഖുർആനിൽ പ്രധാനമായി 2 തരത്തിലുണ്ട്. ഒന്ന് സാധാരണ ദീർഘം, മറ്റൊന്ന് അസാധാരണ ദീർഘം. സാധാരണ ദീർഘം എന്നതിന് നമ്മൾ പറയുക എന്താണ്? മദ് ത്വബീഇ എന്നാണ് പറയാ. സാധാരണ ദീർഘത്തിന് പറയാ മദ് ത്വബീഇ എന്നാണ്. മദ് ത്വബീഇ സാധാരണ ദീർഘം. ഇപ്പൊ റെഡിൽ കാണുന്നത് സാധാരണ ദീർഘം. സാധാരണ ദീർഘം എന്ന് പറഞ്ഞാൽ ഒരു 2 സെക്കൻഡ് സമയമൊക്കെ നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന ദീർഘമില്ലേ? നമ്മൾ ആന, ഈച്ച, ഊഞ്ഞാൽ എന്നൊക്കെ പറയുമ്പോൾ ആന എന്നാരും പറയാറില്ല, ഈച്ച, ഊഞ്ഞാൽ എന്ന് പറയാറില്ല. അത് അസാധാരണമായി പോയി. സാധാരണ ദീർഘം അതിനാണ് മദ് ത്വബീഇ എന്ന് പറയാം. എന്നാൽ സാധാരണയിൽ അധികം നീട്ടുന്ന ഏതെല്ലാം ദീർഘങ്ങളുണ്ടോ ആ ദീർഘങ്ങൾക്കൊക്കെ പറയുന്ന പേരാണ് എന്ത്? മദ് ഫറഈ എന്ന്. മദ് ഫറഈ എന്നാണ് അതിന് പറയാം. മദ് ഫറഈ, അസാധാരണമായ ദീർഘം. ഓക്കെ, ആ 2 ടേം മനസ്സിലായോ എന്നൊന്ന് പറയൂ. ത്വബീഇ, ഫറഈ. കുറഞ്ഞ ആളുകൾ ചെയ്താൽ തന്നെ മനസ്സിലായി എന്ന് എനിക്ക് ഒരു ധാരണ വരും. അല്ലാത്തവർ ആദ്യം തന്നെ, മനസ്സിലാവാത്തവർ വേഗം തന്നെ ഡിസ്ലൈക്ക് അടിച്ചാൽ മതി. അപ്പം അതിലേക്ക് ഒന്നും കൂടെ ആവർത്തിക്കാൻ പറ്റും. അപ്പൊ സാധാരണ ദീർഘം, അസാധാരണ ദീർഘം എന്ന് നിങ്ങൾ എഴുതി വെക്കുക കേട്ടോ. ദീർഘം 2 വിധം. ഒന്ന് സാധാരണ ദീർഘം, 2 അസാധാരണ ദീർഘം. എന്നിട്ട് സാധാരണ ദീർഘം എന്നിടത്ത് നിങ്ങൾ എന്ത് എഴുതി വെക്കുക? അതിന്റെ മിഖ്ദാർ എഴുതി വെക്കുക. മിഖ്ദാർ എന്ന് പറഞ്ഞാൽ ഖദ്ർ എന്നാ നമ്മൾ പറയില്ലേ? എന്തിനും ഓരോരോ ഖദ്റുണ്ട് എന്ന് അറിയില്ലേ? അതിനൊരു ഖദ്റുണ്ട്. ഖദ്ർ എന്ന് പറഞ്ഞാൽ കണക്ക്. ഓരോന്നിനും ഓരോ ഖദ്റുണ്ട്, ഓരോരോ കണക്കുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പൊ ഇതൊന്ന് എഴുതിയെടുക്കൂ ഇങ്ങനെ തന്നെ. മിഖ്ദാർ മദ് ത്വബീഇ, എന്നിട്ട് മദ് ത്വബീഇ ഹറക്കത്താനി എന്ന് എഴുതി വെക്കുക. ഞാൻ പറഞ്ഞുതരാം എന്താണ് ഹറക്കത്താനി എന്ന്. അത് എഴുതിയ ശേഷം പറയാം.
ഇനി ഞാൻ ഈ വാക്കിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞുതരാം. മുകളിൽ പച്ചയിൽ എഴുതിയത് മിഖ്ദാർ. മിഖ്ദാർ എന്ന് പറഞ്ഞാൽ തോത്, കണക്ക്, മാത്ര, അളവ് എന്നൊക്കെ പറയാം നമ്മളെ മലയാളത്തിൽ, ഏതും പറയാം. അതായത് ദീർഘത്തിന്റെ ഒരു ടൈമിംഗ് എത്രയാണ് എന്നതിനെ സൂചിപ്പിക്കാനാണ് മിഖ്ദാർ എത്രയെന്ന് ചോദിക്കുന്നത്. സാധാരണ മദ്ദിന്റെ മിഖ്ദാർ എത്രയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സംശയമല്ലേ? സാധാരണ മദ് എത്രയാ നീട്ടേണ്ടത്? എത്ര നീട്ടണം? ഇത്ര നീട്ടിയാൽ മതിയോ, ഇത്ര നീട്ടിയാൽ മതിയോ, ഇത്ര നീട്ടണോ എന്നിങ്ങനെ നിങ്ങൾ ചോദ്യം മനസ്സിലുണ്ടാവും ഇപ്പൊ പലർക്കും. എത്രയാണാവോ മിഖ്ദാർ മദ് തൊബീഇ, മദ് തൊബീഇയുടെ കണക്ക്? നമ്മൾ പറയും ഓരോന്നിനും ഓരോ ഖദറുണ്ട്, ഒരു നിർണയമുണ്ട്. ആറ് മദ്ദുണ്ട്, 4 ഖദറുള്ള മദ്ദുണ്ട്, 2 ഖദർ. ഓക്കെ, ഈ എഴുതിയിട്ടുണ്ട് 2 സൂചിപ്പിക്കുന്നത് ഇതിൽ ഏത് വാചകം പറയാൻ പറ്റുമോ? അതെ, ഞാൻ ഇവിടെ ഷെയ്ഡ് കൊടുത്തിട്ടുള്ള വാക്കാണ്. മദ് തൊബീ ഹറക്കത്താൻ എന്ന് കാണും. ഹറക്കത്ത് ഒരു ചലനം, ഒരു മൂവ്മെന്റ്. ഹറക്കത്താനി മൂവ്മെന്റ്, 2 അനക്കം. 2 അനക്കം കൊടുക്കണം സാധാരണ ദീർഘം. അഥവാ ഒരു അക്ഷരത്തെ നോർമലായിട്ട് 2 പ്രാവശ്യം ഉച്ചരിക്കാൻ എടുക്കുന്ന സമയം. ഉദാഹരണത്തിന് ജ എന്നാണെങ്കിൽ ജ ജ, ഇത്രയും സമയം ഇത് 2 പ്രാവശ്യം പറഞ്ഞു തീർക്കാൻ എടുക്കുന്ന സമയം. ജ ജ ജ ജ, ഇത്രയും സമയമാണ് സാധാരണ. എല്ലാവർക്കും മനസ്സിലായിരിക്കും. അപ്പൊ നമ്മൾ ചെയ്യാൻ മുതൽ ഇനി ശീലിക്കുന്നത്, നേരത്തെ റഫീന്നു അപ്പൊ അറിയുന്ന പറഞ്ഞു ആ സാധനത്തിലെ കേട്ടോ, മദ് തൊബീഇ, അലിഫ് മദ് തൊബീഇ ഹറക്കത്താൻ എന്ന് പറയണം. ഹറക്കത്താനി എന്നാണ് നമ്മൾ വായിക്കാൻ ഹറക്കത്താൻ ഉണ്ടാവുള്ളൂ. മദ് തൊബീഇ ഹറക്കത്താൻ, അലിഫ് മദ് തൊബീഇ. ബനാത്ത് കുറെ പെണ്ണുങ്ങളായി പോയി. ബിൻതാനി, ആണി അടിച്ചാൽ മതി. ആനി, ആനി അലിഫിന് പകരം. ദ്വിവചനം ഉണ്ടാക്കാൻ അലിഫും നൂനും ചേർത്താൽ മതി. മനസ്സിലായില്ലേ? ഓക്കെ, അതങ്ങനെയല്ല. ശരി ശരി. എല്ലാ നാമത്തിനും ഈ ദ്വിവചനം ഉണ്ടാവും സാറേ? അതില്ലാത്തതും ഉണ്ടാവും, അതുണ്ടാവും. ബഹുവചനായിട്ട് ഉപയോഗിച്ച കുറെ വാക്കുകളുണ്ട്, നേരിട്ട് ബഹുവചനായിട്ട്. അപ്പോ അല്ല, ഞാൻ ആനി എന്താണെന്ന് പരിചയപ്പെടാൻ വേണ്ടിയാ പറയുന്നത്. അലിഫും നൂനും, ഹറക്കത്തിനോട് ഒരു അലിഫും നൂനും ചേർത്തപ്പോ ഹറക്കത്ത് ആനിന്നായി. ഇനി കുറെ ഹറക്കത്ത് ദീർഘമുണ്ടെന്ന് വിചാരിക്കുക, 2-ലധികം അനക്കം ദീർഘം വേണമെങ്കിൽ അത് അസാധാരണ മദ്ദിനാണ് ഉണ്ടാവുക. ഏത് മദ്ദിനാണ് ഉണ്ടാവുക? ഇപ്പൊ പച്ചയിൽ എഴുതി കാണുന്ന മദ് ഫറഈ. മദ് ഫറഈ എപ്പോഴും 2-ലധികം ദീർഘം ഉണ്ടാവും. അപ്പൊ അതിന് ഹറക്കാത്ത് എന്നാ പറയാ. ഹറക്കാത്ത്. ഹറക്കത്തിന് ഒരു അലിഫ് മാത്രം ഇട്ടാൽ മതി, ഹറക്കാത്ത് എന്നാവും. ഒരുപാട് ഹറക്കത്തുകൾ, 2-ലധികം ദീർഘം അനക്കം. യെസ്. അപ്പൊ മദ് തൊബീഇ ഹറക്കത്താണ്. ഇനി ഇതൊന്നും നോക്കൂ, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു കാര്യം ഞാൻ എഴുതിയത്. അലിഫ് മദ്, യാ മദ്, വാവ് മദ്, അല്ലേ? അലിഫ് മദ്, യാ മദ്, വാവ് മദ്. അതായത് അലിഫ് കൊണ്ടുള്ള ദീർഘമായാലും യാ ദീർഘമായാലും വാവ് ദീർഘമായാലും എപ്പോഴും സെയിം ടൈമിംഗ് അല്ല. ഇപ്പൊ അലിഫ് ദീർഘം തന്നെ എല്ലാ പദത്തിലെയും അലിഫ് ഒരേ ടൈമിംഗ് ആയിരിക്കൂല. ചില സ്ഥലത്ത് 2 ദീർഘം സാധാരണ ദീർഘമായിരിക്കും, ചില സ്ഥലത്തും ഫറഈയായ അസാധാരണ ദീർഘമായിരിക്കും. അത് തന്നെ വ്യത്യസ്തമായ ടൈമിംഗ് ഒക്കെ ഉണ്ടാവും. അതിന് അതിൻ്റെതായ ചില കാരണങ്ങളുണ്ട്. നമുക്ക് അതിലേക്കാണ് പോവേണ്ടത് ഇൻഷാ അല്ലാഹ്. എപ്പോഴാണ് ഒരു ദീർഘം, അലിഫാകട്ടെ യാകട്ടെ വാവാട്ടെ,
ഒരു ദീർഘം എപ്പോഴാണ് സാധാരണയിൽ നിന്ന് അധികമായി നീട്ടേണ്ടി വരിക? ഈ കാണുന്ന 3 സന്ദർഭത്തിലാ. സ്ക്രീനിൽ നോക്കൂ. അസ്ബാബുൽ മുദൂദിൽ ഫറഈ എന്ന് കാണാം അല്ലെ. ഫറഈയായ അഥവാ അസാധാരണമായ മുദൂദ് മദ്ദുകളുടെ അസ്ബാബ് കാരണങ്ങൾ. അസ്ബാബുൽ മുദൂദിൽ ഫറഈ അസാധാരണ ദീർഘത്തിന്റെ കാരണങ്ങൾ. എന്തൊക്കെയാ കാരണങ്ങള്? ഒന്ന്, ഈ കാണുന്ന ഹംസ വരിക എന്നുള്ളതാണ്. ദീർഘാക്ഷരത്തിന്റെ ശേഷം ഹംസ വന്നാല് അത് 2 ദീർഘം പോരാ, 2-ലധികം വേണം. എത്രയാണെന്ന് പിന്നീട് പഠിക്കും. ഇനി ദീർഘത്തിന്റെ ശേഷമുള്ള അക്ഷരത്തിന് സുക്കൂന് വന്നാല്, ഇതാണ് സുക്കൂന്, സുക്കൂന് വന്നാല് ആ ദീർഘവും 2-ലധികം നീട്ടണം. ഇനി ദീർഘത്തിന് ശേഷമുള്ള അക്ഷരത്തിന് ഷദ് ഉണ്ടായാൽ ആ ദീർഘവും 2-ലധികം നീട്ടണം. ഫറഈയായ ദീർഘത്തിന്റെ കാരണങ്ങൾ ആരൊക്കെ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ എന്താ പറയേണ്ടത്? ഒന്നുകൂടി പറയണേ. പറഞ്ഞോളൂ, പറയാം. അസാധാരണ ദീർഘത്തിന്റെ കാരണങ്ങൾ എന്തെന്ന് ചോദിച്ചാല് ദീർഘത്തിന്റെ ശേഷം ഹംസയോ ഷദ്ദോ സുക്കൂനോ വന്നാൽ അല്ലേ? യെസ്. ദാ ഇതൊന്ന് നോക്കൂ, ഈ പിക്ചർ. ശരിക്കൊന്ന് കണ്ണ് നോക്കി, കണ്ണ് വെച്ച് ശരിക്കൊന്ന് കണ്ണോടിച്ച് നോക്കൂ. അത് ഈ ഡെഫിനിഷൻ ശരിക്കും വായിക്കാം. ഞാൻ പറയട്ടെ. ഏതാ? ദീർഘാക്ഷരത്തിന് ശേഷം ദീർഘാക്ഷരങ്ങളായ അലിഫ്, യാ, വാവ് കാണുന്നുണ്ടല്ലോ സ്ക്രീനില്. എവിടെയോ ഒരു മൂളൽ. അപ്പൊ പോയി. ദീർഘാക്ഷരത്തിന് ശേഷം ഏത് ദീർഘാക്ഷരം? ഈ കാണുന്ന അലിഫ്, യാ, വാവ് എന്നീ ദീർഘത്തിന്റെ ശേഷം ഹംസയോ സുക്കൂനോ ഷദ്ദോ വന്നാൽ. എന്ത് വന്നാൽ? ഹംസയോ സുക്കൂനോ ഷദ്ദോ വന്നാൽ ആ ദീർഘത്തെ മദ് ഫറഈ എന്ന് വിളിക്കും. മദ് ഫറഈ എന്ന് വിളിക്കും. അപ്പോ അസാധാരണ മദ് എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? ദീർഘാക്ഷരങ്ങൾക്ക് ശേഷം ഹംസയോ സുക്കൂനോ ഷദ്ദോ വന്നാൽ ആ ദീർഘത്തെ അസാധാരണ ദീർഘം എന്ന് പറയും. 2-ലധികം നീട്ടണം. അങ്ങനെയുള്ള അലിഫിന്റെയും യാന്റെയും വാവിന്റെയും മുകളില് ഒരടയാളം ഉണ്ടാവും. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഖുർആനിൽ അങ്ങനെ ഒരു ദീർഘ ഇടാനുള്ള ഒരു അടയാളം? കിടത്തി വെച്ച ഒരു അലിഫ്, ലേശം ഒരു ഷേപ്പില് കണ്ടിട്ടുണ്ടോ? അതെ, കണ്ടിക്കണേ. കണ്ടിട്ടുണ്ട്. അത് 2-ലധികം നീട്ടാനുള്ള അസാധാരണ മദ്ദുകളുടെ സ്ഥലത്തേ ഉണ്ടാവുള്ളൂ. ഓക്കെ. എന്നാൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത് സാധാരണ മദ് എന്താണെന്നാ. സാധാരണ മദ് എന്താണ് നോക്കുക. ഇതാണ് സാധാരണ മദ്. മദ് അസ്ലി, മദ് തബീഇ. അലിഫ്, യാ, വാവ് എന്നീ ദീർഘങ്ങൾക്ക് ശേഷം അലിഫ്, യാ, വാവ് എന്നീ ദീർഘങ്ങൾക്ക് ശേഷം ഹംസയോ സുക്കൂനോ ഷദ്ദോ വരുന്നില്ലെങ്കിൽ
വരുന്നില്ലെങ്കിൽ ആ ദീർഘം മദ് അസ്ലി ആയിരിക്കും. മദ് തബീക്ക് തന്നെയാണ് അസ്ലി എന്ന് പറയാം. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ഒരു അലിഫ് കണ്ടാല് തഹജ്ജി ചെയ്യുമ്പോ നമ്മൾ പറയേണ്ടത് ഫത്ഹ അലിഫ് മദ് തബീ ഹറകതാൻ, കസ്റ യാ മദ് തബീ ഹറകതാൻ, ضم واو മദ് തബീ ഹറകതാൻ എന്നാണ് പറയാ. രണ്ട് ദീർഘം, രണ്ടനക്കം മാത്രം ദീർഘം കൊടുക്കാനുള്ള അലിഫാണിത്. രണ്ടനക്കം മാത്രം ദീർഘം കൊടുക്കേണ്ട യാ ആണിത്. രണ്ടനക്കം മാത്രം ദീർഘം കൊടുക്കേണ്ട വാവാണിത്. എങ്ങനെയാ അത് മനസ്സിലാവുക? ഈ പറയുന്ന മൂന്ന് ഹംസയും ഷദ്ദും അതുപോലെ തന്നെ സുക്കൂനും വന്നില്ലെങ്കിൽ, അതിനുശേഷം വന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ഹംസ വരണം, അസാധാരണ ആവും. അല്ലെങ്കിൽ അടുത്ത അക്ഷരത്തിന് സുക്കൂനായിരിക്കണം, അസാധാരണ ആവും. അല്ലെങ്കിൽ ഷദ്ദായിരിക്കണം, അസാധാരണ ആവും. നമുക്ക് ഒന്നും കൂടെ വ്യക്തമാക്കാം. അപ്പൊ ഇനി ആർക്കും സംശയം ഉണ്ടാവില്ല. അഥവാ ഉണ്ടെങ്കിൽ പറയണം. ഇതാ ഇവിടെ നമ്മൾക്ക് മൂന്നാല് ബോക്സ് കാണാം. കാണുന്നുണ്ടല്ലോ? കാണുന്നുണ്ട്. ആ ബോക്സ് ഞാൻ ഒഴിവാക്കി. അപ്പൊ കാണുന്നുണ്ട് ഇവിടെ ഈ ജാ എന്ന പദം കണ്ടോ? ജാ എന്ന പദത്തില് അലിഫ് മദ്ദിന്റെ മുകളിൽ ഒരു അടയാളം കാണുന്നുണ്ടോ? അതെ. ജാ എന്ന പദത്തില് അലിഫ് മദ്ദിന്റെ മുകളിൽ ഒരു അടയാളം കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. അത് രണ്ടിലധികം നീട്ടാനുള്ളത് കൊണ്ടാണ് അങ്ങനെ അടയാളം കൊടുത്തത്. അതിന്റെ കാരണം എന്തായിരിക്കും? രണ്ടിലധികം നീട്ടാനുള്ള കാരണക്കാരൻ ആരാ? ഹംസ വന്നു. അപ്പൊ അത് 4-5 ദീർഘം കൊടുക്കണം. ജാ എന്ന് പറയണം. അതേപോലെ തന്നെ അതിന്റെ താഴെ കാണാൻ പറ്റും നമുക്ക് ഏത് പദം? ജീ എന്ന പദം കാണാൻ പറ്റും. ജീ എന്ന് പറയണം. ജീ എന്ന് കാണുന്നുണ്ട്. കാണുന്നില്ലേ? ആ ഉണ്ട്. അവിടെയും യാ മദ്ദിന് ശേഷം ഹംസ വന്നിട്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഇനി അതിന് താഴെ ഇതാ തബൂ എന്ന പദം. തബൂ അവിടെയും സെയിം വാവ് മദ്ദിന് ശേഷം ഹംസ വന്നു, അതുകൊണ്ടാ. ഇനി അടുത്ത വാക്കിൽ ഞാൻ 6 എന്ന് എഴുതിയ 2 സ്ഥലത്തും അധികം നീട്ടാൻ 6 ദീർഘത്തിന്റെ കാരണം എന്തായിരിക്കും? ഷദ്ദ് സുക്കൂന്. ഷദ്ദോ സുക്കൂനോ വന്ന 6 ദീർഘം നിർബന്ധമായിട്ട് കൊടുക്കണം. ദാബത്തിൻ അൽഹാഖ റാദ്ദൂഹു ആൽ-ആന എന്നിങ്ങനെ വരണം. ഈ ആൽ ആന എന്ന സ്ഥലത്ത് നോക്കൂ. ആൽ എന്നിടത്ത് ആദ്യത്തെ റെഡ് കൊടുത്ത അലിഫിന് മുകളില് അലാമത്തുണ്ട്, അടയാളുണ്ട് മദ്ദിന്റെ. എന്നാൽ ആന എന്നെഴുതിയ ഹംസ ഫത്ഹ കഴിഞ്ഞ അലിഫ് മദ്, ഒരു കുഞ്ഞ് അലിഫ് മദ് ഉണ്ട്. അതിന്റെ മേലെ എന്തില്ല? അലാമത്തില്ല. കാരണം എന്തായിരിക്കും? അത് അവസാനത്തിലായതുകൊണ്ടാ. അത് മദ് തൊബി. വെരി ഗുഡ്. അതാണ് ഉത്തരം. അത് മദ് തൊബിയാണ്. എന്താ മദ് തൊബി ആവാൻ കാരണം? പറയാത്ത മറ്റൊരാൾ പറയൂ. അതിനുശേഷം ഹംസയോ സുക്കൂനോ ശബ്ദം ഇല്ലാത്തതാണ്. വെരി ഗുഡ് ബാറക്കല്ലാഹ്. ആ എന്ന് കഴിഞ്ഞിട്ട് ന എന്നാണുള്ളത്. ന എന്നതിന് സുക്കൂനായിരുന്നെങ്കിൽ ആൻ എന്ന് നീട്ടേണ്ടി വരും.
ഷദ് ഉണ്ടായിരുന്നെങ്കിൽ ആന്ന എന്ന് ഷദ്ദില് വേണമെങ്കിൽ ആന്ന് നീട്ടേണ്ടി വരും. പക്ഷെ ഇവിടെ ഹംസ ഇല്ല, ഷദ്ദില്ല, സുക്കൂനില്ല, അതുകൊണ്ട് സാധാരണമാണ്. പക്ഷെ ആൽ എന്നത് നീട്ടാനുള്ള കാരണം എന്താ? ആ കഴിഞ്ഞിട്ട് ലിന്ന് സുക്കൂനാണ്. യെസ്. ഇനി നമുക്ക് വേറൊരു കാര്യം നോക്കാം. നമ്മൾ ഇപ്പുറത്ത് മറ്റൊരു കോളം ഫ്രീ ആയി കിടപ്പുണ്ട്. ഏത്? കഴിഞ്ഞിട്ട് അത് ഓക്കെ. അത് നമ്മൾ വാക്ക് ഉദാഹരണം എഴുതിയിട്ടില്ല എന്നേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഉദാഹരണം എഴുതാത്തത് കൊണ്ടാണ്. ഈ സുക്കൂൻ വരുന്ന ഒരു വാക്കേ ഖുർആനിലുള്ളൂ, അതുകൊണ്ടാണ് അത് മാറ്റി എഴുതാതിരുന്നത് കേട്ടാ. ശരി, ഇനി ഇവിടെ ഈ ഒരു ബോക്സ് ഉണ്ട്, ഇത് നമുക്ക് തുറന്നു നോക്കാം. ഇതാ ഇപ്പൊ തുറന്ന ബോക്സ് നോക്കൂ. അവിടെ അലിഫ് മദ്ദും യാ മദ്ദും വാവ് മദ്ദും വന്നിട്ടുണ്ട്. അത് എത്ര ദീർഘം വേണ്ടി വരും? 2 ആണോ 4 ആണോ? എത്ര വേണ്ടി വരും? ഞാൻ മുകളിൽ എഴുതിയത് 2 ആണ് അല്ലേ? മുകളിൽ ഞാൻ 2 എഴുതിയത് കൊണ്ടാണോ? അതെന്താ ഉറപ്പുവരുത്തണം മദ്ദ് തൊബീയാണോന്ന്. സാധാരണ ദീർഘാണോ? അതിനുശേഷം വന്നില്ലല്ലോ. അതെ, ഫറഈ ആകാനുള്ള സബബൊന്നുമില്ല, കാരണമൊന്നുമില്ല. ശരി, അപ്പൊ നമ്മള് വഖാല റബ്ബുക്കും എന്നല്ലേ ഓതേണ്ടത്? അല്ല, എങ്ങനെ ഓതണം? യെസ്. അധികമായി നീട്ടിന്ന് നമുക്കോ വേറെ ആർക്കോ തോന്നരുത്, അതാ സാധാരണ ദീർഘം. ഒറ്റ വാക്ക് പറഞ്ഞാല് വഖാല റബ്ബുക്കും വഖീല മൻ റാഖ് യഖൂലു അഹ്ലക്തു മാലൻ ലുബദ യഖൂലു എന്ന് പറയരുത്. യഖൂലു മദ്ദ് ത്വബീഇ ഹറക്കത്താൻ, അലിഫ് മദ് ത്വബീഇ ഹറക്കത്താൻ. ഒന്ന് എല്ലാവരും പറഞ്ഞു നോക്കൂ. അലിഫ് മദ് ത്വബീഇ ഹറക്കത്താൻ, ألف مد طبيعي حركتان യാ മദ് ത്വബീഇ ഹറക്കത്താൻ, يا مد طبيعي حركتان വാവ് മദ് ത്വബീഇ ഹറക്കത്താൻ. واو مد طبيعي حركتان. എല്ലാവരും പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിൽ പോയി നോക്കാം, അവിടെ എന്തോ പറയുന്നുണ്ടോന്ന്. ഓക്കെ, മനസ്സിലാവാത്തത് ആരും ഉണ്ടോ നോക്കട്ടെ. എല്ലാവരും ഒന്ന് വന്നോട്ടെ. ഓക്കെ ഓക്കെ, അൽഹംദുലില്ലാ. ജുഹൈന, അതിനുശേഷം ആരും പറഞ്ഞില്ലല്ലോ. പറയുന്നത് ഷഹനാസ്, ഹിബ, സുഹൈൽ. ഓക്കെ, ഏറെക്കുറെ ആളുകൾക്കും മനസ്സിലായി. മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ചെറിയൊരു മനസ്സിലാവുകയൊക്കെ ആണെങ്കിൽ ഇതാ നമ്മൾ അടുത്ത സ്ലൈഡുകളിൽ തഹജ്ജ് ചെയ്യുമ്പോൾ റെഡിയാവും. കാരണം ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോണത് ഇതാ ഫത്ഹ അലിഫ് മദ് ത്വബീഇ ഹറക്കത്താൻ. അപ്പൊ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുമ്പോ ഇനി എഴുതേണ്ടത് ഇതാണ് കേട്ടാ. ഫത്ഹ അലിഫ് മദ് ത്വബീഇ ഹറക്കത്താൻ എന്ന് എഴുതി വെക്കുക. എന്നിട്ട് ഇതാ താഴെ ഒരു പദവും അതിന്റെ തഹജ്ജിയും ഇതും എഴുതി വെക്കുക. അപ്പൊ ഇത് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക. എന്നാൽ നിങ്ങൾക്ക് PDF വരുമ്പോൾ ഓർമ്മയാവും പ്രത്യേകം എഴുതാനുള്ളത് എന്തൊക്കെയാണെന്ന്. ഖാലിഖു എന്ന പദം എഴുതി അതിന്റെ തഹജ്ജി ഇതേപോലെ ഫുള്ളായിട്ട് എഴുതുക. എന്നിട്ട് പിന്നീട് നമ്മൾ തരുന്ന പദങ്ങള് അതുപോലെ ഖുർആനിൽ നിന്ന് നിങ്ങൾക്ക് സ്വയം സെലക്ട് ചെയ്യാവുന്നതാണ്. ആ പദങ്ങളൊക്കെയും ഒരു 5-8 എണ്ണത്തിനെങ്കിലും ഇതേപോലെ തഹജ്ജി നിങ്ങൾ എഴുതി വെക്കണം. പറഞ്ഞുകൊണ്ട് എഴുതണം, എഴുതിക്കൊണ്ട് പറയണം. അപ്പൊ അത് ക്ലിയർ ആവും. ഖാലിഖു ഞാനൊന്ന് തഹജ്ജി ചെയ്ത് തരാം, നിങ്ങൾ തഹജ്ജിയിൽ നോക്കണം അല്ലേ? തഹജ്ജിയിൽ നോക്കണം. ഖ ഫത്ഹ മുഫഖമ, അലിഫ് മദ് മുഫഖമ, മദ് ത്വബീഇ ഹറക്കത്താൻ.
ഖാ ഖാ ഖാ. സാധാരണ ദീർഘമാണ് ഈ ഖാഇന്റെ അലിഫ് മദ്. കാരണം അതിന്റെ ശേഷം ലാം കസ്റാണുള്ളത്, സുക്കൂൻ അല്ല, ഷദ്ദല്ല, ഹംസയല്ല. രണ്ടാമത്തെ അക്ഷരം ലാം കസ്റ ലി ഖാലി, ഖാഫ് ضم ഖു ഖാലിഖു. ഖാലിഖു എന്ന് പറയാൻ പറ്റില്ല, ഖാലിഖു. അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ, ഇത്രേ പറ്റുള്ളൂ. ശരി, ഇനി ഇതൊന്നും നിങ്ങൾ വായിച്ചു നോക്കൂ ഒന്നുകൂടെ. ഇതുവരെ ശബ്ദം പുറത്തു കൊണ്ടുവന്നിട്ടില്ലാത്ത, വോയിസ് വന്നിട്ടില്ലാത്ത മറ്റൊരു വോയിസ് വരട്ടെ. ഇതൊന്ന് തഹജ്ജി വായിക്കാൻ. ഖാലിഖു. ആ ഹാ ഫതഹ മുഫഖമ അലിഫ് മദ് മുഫഖമ മദ് തൊബി ഹർക്കതാൻ ഖാ ലാം കസ്റ ലി ഖാലി ഖാഫ് ളമ്മ ഖു ഖാലിഖു. ഓക്കെ, വെരി ഗുഡ്, ബാറക്കല്ല. അപ്പൊ ഈ ഖ എന്നുള്ളത് അങ്ങനെ തന്നെ വരട്ടോ. ഖാലിഖു എന്നാകുമ്പോ ഹാന്റെ അടുത്തൊക്കെ ആയിട്ടേ ഉള്ളൂ. നമ്മളിങ്ങനെ എന്ന് പറയില്ല, അതാണ് അക്ഷരം. ഖാലിഖു യാ യാ, ഖാലിഖ്. യെസ്. ഖാലി ഖാലി ഖൈറു ഖാലി ഖൈറു, ആ ഒരു ശബ്ദം. ഓക്കെ, ഇനി വേറെ ആർക്കെങ്കിലും ഒന്നും കൂടി പറയാൻ അവസരം തന്നാലോ? ഉസ്താദെ ഉസ്താദെ നമ്മൾ പഠിക്കുമ്പോ തഹജ്ജി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് ഉച്ചരിച്ചപ്പോ അത് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഖാ ഫത്ഹ അലിഫ് സുക്കൂൻ ഖാ ലാം കസ്റ ലി ഖാലി ഖാഫ് ളമ്മ ഖു ഖാലിഖു, അങ്ങനെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അത് നിങ്ങൾ അവിടെ പറഞ്ഞോളൂ, ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ അങ്ങനെ പറഞ്ഞോളൂ, വിരോധമില്ല. നമ്മൾ പഠിക്കുന്നത് ദീർഘങ്ങളൊക്കെ സുക്കൂൻ ആണെങ്കിലും നമ്മൾ സുക്കൂൻ എന്നല്ല ഇവിടെ പഠിക്കുന്നത്. കാരണം സുക്കൂൻ എന്ന ഒരു ഹാല് ഓൾറെഡി റിട്ടൺ ആയിട്ട് ഖുർആനിൽ വരുന്നുണ്ട്, എഴുതി വരുന്നുണ്ട്. അൽഹംദു എന്നുള്ളിടത്ത് ലാമിന് മുകളിൽ സുക്കൂൻ എഴുതപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ മീമിന് മുകളിൽ സുക്കൂൻ എഴുതപ്പെടുന്നുണ്ട്. അപ്പോൾ ആ സുക്കൂനിനെ നമ്മൾ അങ്ങനെ തന്നെ സുക്കൂൻ എന്ന് പറയും. എഴുതി കാണുന്നില്ലാത്തയിടത്ത് നമ്മൾ സുക്കൂൻ എന്ന് ഇവിടെ പറയുന്നില്ല തൽക്കാലം. ദീർഘങ്ങളിൽ എല്ലാ ദീർഘവും സൈലന്റ് ആണ്, അതായത് സുക്കൂനായ അവസ്ഥയാണ്. ഹറക്കത്തില്ലാത്ത അവസ്ഥക്കാണ് സുക്കൂൻ എന്ന് പറയാം. പുതിയ ആളുകൾക്ക് കൺഫ്യൂഷൻ വരണ്ട കേട്ടോ, ഇത് എക്സ്ട്രാ പറയുന്ന കാര്യമാണ്, നമ്മൾ പാഠഭാഗത്തിൽപ്പെട്ടതല്ല. ഹറക്കത്ത് ഇല്ലാത്ത അവസ്ഥയാണ് സുക്കൂന്. ഇവിടെ ഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലീയുടെ മുമ്പിൽ, ലീയുടെ ഖാന്റെ ഇടയിൽ ഹ ലി, ഇതിനിടയിൽ പിന്നെ ഹറക്കത്തില്ല. ഹ എന്ന ഹറക്കത്തിന് ദീർഘം കൊടുക്കുന്ന സമയം സൈലന്റ് ടൈമാണ്, സുക്കൂനായ സമയമാണ്. അതുകൊണ്ടാണ് ചില രീതിശാസ്ത്ര പ്രകാരം സുക്കൂൻ എന്ന് പറയാറുള്ളത്. ഇനി അത് മാത്രമല്ല, ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ, ചില ഖുർആനുകളിൽ എല്ലാ ദീർഘത്തിന്റെ മുകളിലും സുക്കൂൻ എഴുതിയിട്ടുണ്ടാവും. അതൊക്കെ സാധാരണക്കാരുടെ വായനയ്ക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പൊ നമ്മൾ ഇതിനെ മദ് എന്ന് തന്നെ പരിചയപ്പെടുത്തുന്നു. കാരണം ഇനി മദ്ദിന്റെ വ്യത്യാസങ്ങൾ പറയുമ്പോ, പേരുകളും ടൈമിങ്ങും പറയുമ്പോ സുക്കൂന് എന്ന് പറഞ്ഞാൽ പറ്റൂല കേട്ടോ. അപ്പൊ നമ്മൾ PTQ ക്ലാസ്സിൽ കയറുമ്പോ നിങ്ങൾ എന്ത് തന്നെ ചെല്ലണം, മദ് എന്ന് പറയണം. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുന്നത്, അപ്പൊ ഒരു കൺഫ്യൂഷൻ ആയിട്ട് ചോദിച്ചതാണ്. നോ പ്രോബ്ലം, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ തഹജ്ജിന്റെ വ്യത്യസ്ത വീക്ഷണമാണ്, അത്രേ ഉള്ളൂ. അപ്പോ ഹ ഫത്ഹ മുഫഖമ അലിഫ് മദ് മുഫഖമ മദ് തൊബി ഹറകതൻ ഖാ ലാം കസ്റ ലി ഖാലി ഖാഫ് ضم ഖു ഖാലിഖു. ഇതാണ് നമ്മുടെ രീതി. അങ്ങനെ തന്നെ പോകാം ഇൻഷാ അല്ലാഹ്. പിന്നീട് നമുക്ക് സ്വതന്ത്രമായി വിശദമായി പഠിക്കാവുന്നതാണ്. ഇനി ഇതാ ഇവിടെ കാണുന്ന 9 പദങ്ങൾ, ഈ പദങ്ങൾ ഞാൻ ബോധപൂർവമാണ് നേരത്തെ മദ് പഠിച്ച സമയത്ത് തന്ന അതേ സ്ലൈഡുകളാണ്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ
പെട്ടെന്ന് നിങ്ങൾക്ക് ഇതിനോടൊരു അടുപ്പുണ്ടാവും. താബ ഞാൻ പഠിച്ചതാണ്. താ ഫത്ഹ മുഫഖമ അലിഫ് മദ് മുഫഖമ താ ബ ഫത്ഹ ബ താബ എന്ന് മനസ്സിൽ വരും. ഇനി ഒരൊറ്റ കാര്യം കൂടെ ഒന്ന് ആഡ് ചെയ്താൽ മതി. ആ അലിഫ് മദ് മുഫഖമ ത്വബീഇയാണോ അല്ലേ എന്നും കൂടെ പറയണം. ആരാ ഒരാള് പറയാ? നേരത്തെ വരാത്ത ആള് വന്നോട്ടെ. ഫത്ഹ അലിഫ് മദ് മുഫഖമ മുഫഖമ മദ് ത്വബീഇ മുഫഖമ അല്ല മദ് പിന്നെ ത്വബീഇ ഹറക്കത്ത മദ് ത്വബീഇ ഹറക്കത്ത ഓക്കെ. തോ ബാ ഫത്ഹ തോബ. തോന്നാക്കണോ? അത് തോണിന്നുള്ള തോ ആയിപ്പോയി. വായി തുറക്കട്ടെ ഉരുട്ടാതെ. തോബയല്ല താബ. തോബ യാ അങ്ങനെ പറ്റ മറ്റേ തോബാന്നായിപ്പോ പെട്ടെന്ന് മനസ്സിലാവും. വേറെന്തോന്നായതുപോലെ തോന്നും. താ ഫത്ഹ മുഫഖമ അലിഫ് മദ് മുഫഖമ എന്നിട്ട് അത് തൊബീയാണോ അല്ലേന്ന് പറയും. തൊബീയാണ്. കാരണം ശേഷം ഹംസ ഇല്ല, സുക്കൂൻ ഇല്ല, ശദ്ദില്ല. അപ്പൊ മദ് തൊബീഇ ഹറകതൻ താ ബ ഫത്ഹ ബ താബ താബ അസാബ അലിഫ് ഹംസ ഫത്ഹ അ صاد فتحة مفخمة ألف مد مفخمة مد طبيعي حركتان صا أصا باء فتحة باء أصاب جواب جيم فتحة جا واو فتحة ألف مد طبيعي حركتان باء فتحة باء جواب. ഇപ്പൊ എല്ലാവർക്കും ഏറെക്കുറെ ചെറിയ ഒരു റൂട്ട് തെളിഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ആ റൂട്ടിലേക്ക് ഇറങ്ങി വരിക, മെല്ലെ മുന്നോട്ട് പോവുക. റൂട്ട് ക്ലിയർ അല്ലാന്ന് തോന്നിയാൽ നമ്മൾ കൈപിടിച്ച് അങ്ങോട്ട് തള്ളിത്തരും. ഇതുവരെ വരാത്ത ആളൊന്ന് വരൂ. നൂൻ ഫത്ഹാന കാഫ് ഫത്ഹ അലിഫ് മദ് ഹറക്കത്താൻ നക. ഓക്കെ, അലിഫ് മദ് ഹറക്കത്താൻ. അതിന്റെ പേരെന്തായിരുന്നു? ഹർക്കത്താനി വരുന്ന മദ്ദിന്റെ പേര് തൊബീ. ഓക്കെ, അലിഫ് മദ് തൊബീ ഹറക്കത്താൻ നക ലാം ഫത്ഹാന നകാല. എല്ലാവരും മനസ്സിൽ പ്ലാൻ ചെയ്ത് ചൊല്ലി നോക്കണേ. അവിടുന്ന് ഈ ചൊല്ലുന്ന ആളുടെ കൂടെ ചൊല്ലി നോക്കണം. ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ ചൊല്ലിപ്പിക്കാമായിരുന്നു. ബെഞ്ച് അടിസ്ഥാനത്തിലും സംഘമായിട്ടും രണ്ടാളെ കൂട്ടിയിട്ടും ഒരാൾക്ക് ചൊല്ലി മറ്റൊരാളെ ചൊല്ലിപ്പിക്കുകയൊക്കെ ചെയ്യായിരുന്നു. ഓൺലൈൻ ആകുമ്പോ ഈ ഒരു ചെറിയ പ്രയാസമുണ്ട്. അപ്പൊ നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് വരണം. ഞാൻ പറയാം. മെഹറുനിസ അലിഫ് ഹംസ ഫത്ഹ അ ബ ഫത്ഹ അലിഫ് മദ് മദ് തൊബി ഹർക്കത്താൻ. ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി മദ്. അലിഫ് മദ് മദ് തൊബി വേണ്ട. അത് മുഫഖമ പറയുന്നിടത്ത് മാത്രമേ 2 പ്രാവശ്യം മദ് എന്ന് പറയേണ്ടി വരും. ഓക്കെ. അലിഫ് മദ് തൊബി ഹർക്കത്താൻ നൂൻ ഫത്ഹ അലിഫ് മദ് തൊബി ഹർക്കത്താൻ എങ്ങനെ? ആബാന എന്നാണോ അബാന എന്നാണോ? ഒന്നുകൂടെ വായിക്കൂ. മെഹറുനിസ മാത്രം വായിക്കൂ. അബാന. ഓക്കെ ഓക്കെ ഓക്കെ. അബാന അബാന അല്ലേ? ഓക്കെ. യെസ് യെസ് യെസ്, വെരി ഗുഡ്. ഇനി വേറെ ഒരാള്, വേറെ ഒരു വാക്ക്. വലാ യഖാഫു വലാ യഖാഫു. ഓക്കെ ഓക്കെ. വലാ യഖാഫു. വാവ് ഫത്ഹ വ ലാം ഫത്ഹ അലിഫ് മദ് തൊബീഇ ഹർക്കത്താൻ വലാ. ആദ്യം ലാ എന്ന് പറഞ്ഞോളൂ. ആദ്യം ലാ എന്ന് പറഞ്ഞോളൂ, എന്നിട്ട് വല പറയാം. വാവ് ഫത്ഹ വ ലാം ഫത്ഹ അലിഫ് മദ് തൊബീഇ ഹർക്കത്താൻ ലാ വലാ. യാ ഫത്ഹ യാ ഖാ ഫത്ഹ അലിഫ് ഖാ ഫത്ഹ മുഫഖമ അലിഫ് മദ് മുഫഖമ മദ് തൊബീഇ ഹർക്കത്താൻ ഖാ യാ ഖാ ഫാ ളമ്മ ഫു യഖാഫു
ولا يخاف. എനിക്ക് തോന്നുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഈ ഹാ ഒന്നും കൂടെ ഇങ്ങനെ വിളിച്ചിട്ട് വരാം. കഴിച്ചില്ല. ഓക്കെ. ولا يخاف عقباها അല്ലേ? ولا يخاف عقباها എന്ന ആയത്ത് കാണാം. അവിടെ യഖാഫ്. ഓക്കെ, വെരി ഗുഡ്, ബാറക്കല്ലാഹ്. ഇനി ഷാഹിദ തന്റെ കൂടെ വേറെ ആരോ ഒന്നുകൂടെ പറഞ്ഞിരുന്നു ഞാൻ ആരാ? ഷമീമ പറയൂ. ഞാൻ ഈ പേര് മാത്രമേ പറയുന്നുള്ളൂ, നിങ്ങളെ ഏജ് ഒന്നും എനിക്കറിയില്ല. ഞാൻ ഇവിടുന്ന് കോമൺ ആയിട്ട് പറയുമ്പോൾ ഒരു സാറ ഭാഗത്ത് നിന്നാണ് ഞാൻ പേര് മാത്രം പറയണതേ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലപ്പോ എന്നേക്കാൾ പ്രായമുള്ളവരെ ഞാൻ വിളിക്കുന്നുണ്ടാവും പേര്. സൗണ്ടിന് പ്രശ്നമുണ്ടല്ലോ, കഫക്കെട്ട്, ജലദോഷം, സൗണ്ട് പോയിന്നോ? കൂറ്റടപ്പ് എന്ന് പറയുന്നത്. യെസ്, ശരിയാവും ഇൻഷാ അല്ലാഹ്. അല്ലാഹ് ശിഫയാക്കട്ടെ. അതിന്റെ തൊട്ടടുത്ത വാക്ക് വലാ യഖാഫു എന്നാ, പേടിക്കാനില്ല. പേടിക്കണ്ട, ഒക്കെ ശിഫയാവും ഇൻഷാ അല്ലാഹ്. ആരാ? ആരാ? ഷബീർ സാഹിബ്. ഷാനി അക്ക ഹംസയാണ്. ഹംസ നമ്മൾ പണ്ട് പഠിച്ചാണേ അത്. മുമ്പ് പറഞ്ഞ ഷാനിയക്ക അല്ല, ഷാനി അക്ക. യാ, വെരി ഗുഡ്. ഷീൻ ഫത്ഹ അലിഫ് മദ് തൊബി ഹർക്കത്താൻ. യാ. ഷാ നൂൻ കസ്ര നി ഷാനി. ഹംസ ഫത്ഹ അ ഷാനി അ. യാ. കാഫ് ഫത്ഹ ക ഷാനി അക. ഓക്കെ, വെരി ഗുഡ്. ഇന്ന ഷാനിഅക ഹുവൽ അബ്തർ അല്ലേ? ഓക്കെ. ഇനി വേറെ ഒരാള്, എന്നിട്ട് നമുക്ക് അടുത്ത യാമത്തിലേക്ക് പോകണം. വലാ ജിദാല. വലാ ജിദാല. പേര്? ഖൈറുനിസ. യാ. വാവ് ഫത്ഹ വ, ലാം ഫത്ഹ അലിഫ് മദ് തബി ഹർക്കത്താൻ ലാ വലാ. യെസ്. ജീം കസ്ര ജി, ദാൽ ഫത്ഹ അലിഫ് മദ് തബി ഹർക്കത്താൻ ജിദാ. ലാം ഫത്ഹ ല വലാ ജിദാല. ജിദാല വലാ ജിദാല. വലാ ജിദാല. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, ബാറക്കല്ലാഹ്. ഇനി ഇതാ കസ്റ യാ മദ് തൊബീ ഹറക്കത്താനെയാണ് നിങ്ങൾ അടുത്ത നോട്ടിൽ എഴുതേണ്ട ഹെഡിങ്. ഇപ്പൊ സ്ക്രീൻഷോട്ട്. മറ്റേത് ഫത്ഹ അലിഫ് മദ് തൊബീ ഹറക്കത്താൻ എഴുതി കുറച്ച് വാക്കുകൾ എഴുതി. 9 വാക്ക് ഞാൻ തന്നു, നിങ്ങൾ 90 വാക്ക് കണ്ടെത്തിക്കൊണ്ടു കേട്ടോ. എത്രയും കണ്ടെത്താവുന്നതാണേ. 90 എന്ന് പറഞ്ഞാൽ 90 കിട്ടായിട്ട് നാളെ എന്നോട് സങ്കടം പറയരുത്, ഞാനൊരു സംഖ്യ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി കസ്റ യാ മദ് തൊബീ ഹറക്കത്താനിയിൽ ഇതേപോലെ തന്നെ നമ്മൾ ചില വാക്കുകൾ പറഞ്ഞു നോക്കാം. ഇതാ വഅകീദു കൈദ എന്നതിലെ വഅകീദു വാവ് ഫത്ഹ വ, അലിഫ് ഹംസ ഫത്ഹ അ, കാഫ് കസ്റ യാ മദ് തൊബീ ഹറകതാൻ കി അകി, ദാൽ ദമ്മദു അകീദു വഅകീദു. ആരാ? ഖാലിദീന പറയാ. ഇതിൽ അലിഫ് മദ്ദുണ്ട് യാ മദ്ദുണ്ട്, രണ്ടും തൊബീയാണ്. വേറെ ഒരാൾ, ഇതുവരെ വന്നിട്ടില്ലാത്ത ഒരാള്. ഖാഫ് ഫത്ഹ അലിഫ് മദ് മുഫഖമ മദ് തൊബി ഹർക്കത്താൻ ഖാ. ലാം കസ്ര ലി ഖാലി. ദാൽ കസ്ര യാ മദ് തൊബി ഹർക്കത്താൻ ദി ഖാലിദി. നൂൻ കസ്ര ന ഖാലിദീന. നൂൻ എന്തിനാ? നൂൻ ഫത്ഹാന, സോറി, നൂൻ ഫത്ഹാന. വേറെ ആരെങ്കിലും പറയൂ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഈ പറഞ്ഞതില്? പ്രശ്നമൊന്നുമില്ല, കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ നമ്മൾ അവിടെ അങ്ങനെ എന്തോ ഒരു പ്രശ്നം വന്നിരുന്നു അല്ലേ? യാ, വെരി ഗുഡ്, വെരി ഗുഡ്. അവിടെ മുഫഹമ എന്ന് കഴിഞ്ഞിട്ട് മദ് എന്ന് ചേർത്താൽ നന്നാവും കേട്ടോ.
ഹാ ഫത്ഹ മുഫഖമ അലിഫ് മദ് മുഫഖമ. എന്നിട്ട് പിന്നെ ഈ മദ്ദിലേക്ക് തിരിച്ചു പോവാം. മദ് എന്താണ്? തൊബീയ ഹറക്കത്താനിയാണ് കേട്ടോ. അല്ലാതെ മുഫഖമ എന്നത് തൊബീയാണെന്ന് പറഞ്ഞു തൊബീയാണെന്ന് പറഞ്ഞുകൊണ്ട. അതുകൊണ്ടാണ് മദ് എന്ന് വീണ്ടും ആഡ് ചെയ്യുന്നത്. കുഴപ്പമില്ല ചെയ്തില്ലെങ്കിലും. ഇനി ഹസീസഹ ആരാ പറയാ? ഫാത്തിമ. ഹ ഫതഹ സീൻ കസ്ര യാ മദ് തൊബീ ഹർക്കത്താൻ ഹസി. ഹ ഫത്ഹ ഹ ഫതഹ ഹ യാ സീൻ കസ്ര യാ മദ് തൊബീ ഹർക്കത്താൻ ഹസി. സീൻ അല്ല ഫതഹ. കാര്യം ശരിയാണ്, പക്ഷെ നമുക്ക് റൂട്ട് ഉണ്ട്. സീൻ കെസ്ര യാമത്ത് തൊബിയ ഹർക്കത്താൻ എന്ന് പറഞ്ഞാൽ സീൻ ആദ്യം വായിക്കണം, എന്നിട്ട് ഹസി. അതിലെന്തോ ഒരു ഗുട്ടൻസ് ഉണ്ട് എന്ന് വിചാരിച്ചോളൂ. യെസ്. സീൻ കസ്ര യാ മദ് തൊബീ ഹർക്കത്താൻ സി ഹസി. ഹസി. സീൻ ഫതഹ ഹസീസ. ഹ ഫതഹ അലിഫ് മദ് തൊബീ ഹർക്കത്താൻ ഹസീസഹ. അപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞ റൂട്ട് മറന്നല്ലോ. ഹ ഫത്ഹ അലിഫ് മദ് തൊബീ ഹർക്കത്താൻ ഹ ഹസീസഹ. ഹസീസഹ. ഓക്കെ ഓക്കെ ഗുഡ്. ഇനി വേറെ ഒരാള് ജീദിഹ പറയൂ. ഇങ്ങനെ അങ്ങോട്ട് വരി. വരാത്തവര് ഇങ്ങോട്ട് അവസരം കിട്ടിയിട്ടില്ലാത്തവർ ഇങ്ങോട്ട് വരും. ഞാൻ പറയല്ലേ നിങ്ങളുടെ അവസരം ആലിപ്പഴം പോലെ. ആലിപ്പഴം പോലെ. വന്നാട്ടെ. ജീദിഹ. ജീദിഹ. ആരാ ആരാ? അബ്ദുറഹീം. പറഞ്ഞോളൂ റഹീം സാഹിബ്. ജീം കസ്ര യാ മദ് തബീ ഹർക്കത്താൻ ജി. ദാൽ കസ്ര ദി ജീദി. ഹാ ഫത്ഹ അലിഫ് മദ് തബീ ഹർക്കത്താൻ ഹാ ജീദിഹ. ഓക്കെ. ഫീ ജീദിഹ ഹബ്ലും മിൻ മസദ്. ല്ലേ? അതാണ് ജീദിഹ. അപ്പൊ ഇനി എന്ത് ചെയ്യണം അറിയോ? ഇപ്പൊ നിങ്ങൾ ഈ നമ്മളെല്ലാരും പറഞ്ഞിട്ടുള്ളത് ഒരു വാക്കാണേ. ഒരു വാക്കൊക്കെയാണ് ഉറക്കെ പറഞ്ഞത്. ബാക്കി എല്ലാ വാക്കും നിങ്ങൾ ചിലപ്പോൾ കൂടെ ചൊല്ലി നോക്കിയിട്ടുണ്ടാവും. മൈക്ക് ഓഫ് ചെയ്തിട്ട് വീട്ടിൽ നിന്ന് നല്ല ഉച്ചത്തിൽ ചൊല്ലിയിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ കേൾക്കണില്ലല്ലോ. കിലോമീറ്ററുകൾ ദൂരല്ലേ നമ്മള്. പിന്നെ മറ്റാരും കേട്ടിട്ടില്ലല്ലോ. അപ്പൊ ആവർത്തനമാണ് വിജയത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം. അപ്പൊ നിങ്ങൾക്കിപ്പോ ഞാൻ ഇവിടെ 9 വാക്കാണ് ഇതിന് കെസ്ര യാമദിന് തന്നത്. അതുപോലെ ഫത്ഹ അലിഫ്മദ് തൊബി അർക്കത്താനിക്കും 9ഓളം വാക്കാണുള്ളത്. ഈ 9 പോരാ. ഞാൻ പറഞ്ഞതുപോലെ 90. ഇനി 9 വാക്ക് നിങ്ങൾ 90 പ്രാവശ്യം ചൊല്ലിക്കോ, എന്നാലും കുഴപ്പമില്ല. 810 പ്രാവശ്യമായി. അങ്ങനെ ചൊല്ലിക്കോളൂ. അങ്ങനെ പോവട്ടെ. ഒരുപാട് പ്രാവശ്യം വരട്ടെ. എന്നാലേ അത് ഒഴുക്ക് കിട്ടുള്ളൂ കേട്ടോ. ശരി. ഇനി നോക്കൂ. ദൊമ്മ വാവുമത്തൊബിയ ഹർക്കത്താൻ. അടുത്ത നിങ്ങൾ എഴുതേണ്ടത് ഹെഡിങ് ഇതാണ്. എന്നിട്ട് താഴെ വാക്കുകൾ എഴുതണം. ഇതാ ഇവിടെ ഞാൻ 12 വാക്കുകൾ ഇട്ടിട്ടുണ്ട്. 4 3 12. നിങ്ങൾ ഒന്നും കൂടെ വളരും. അതുകൊണ്ട് 12ലേക്ക് പോകുന്നതാണ്. കാരണം ഇവിടെ 2 ആളുകൾക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് ആരെങ്കിലും ഒരാൾ പറയൂ. ഇതുവരെ വരാത്ത ഒരാൾ പറയൂ. എന്താണ് 2 ആൾക്കുള്ള പ്രത്യേകത? പറയാത്തവര് പറയൂ എന്ന് പറഞ്ഞാൽ ആരോ പറയൂ അല്ലേ? പറയാത്തവര് പറയാൻ പറ്റൂലല്ലോ. പറഞ്ഞിട്ടില്ലാത്തവർ പറയൂ. കുലു കുസിബു എന്നുള്ളതിന് ലാസ്റ്റ് അലിഫ് സിഫർ വന്നിട്ടുണ്ട്. യാ അതാണ്. പറഞ്ഞ ആളാണെങ്കിൽ നമ്മൾ അത് സ്വീകരിച്ചു. കുലു എന്നതിലും കുസിബു എന്നതിലും ഓരോ അലിഫുകൾ ഉണ്ട്. സിഫറുള്ള അലിഫുണ്ട്. ഈ സിഫർ മുസ്തദീറാണ്, വട്ടപൂജയാണ്. അത് എഴുത്തിൽ മാത്രമേ ഉള്ളൂ, ഉച്ചാരണത്തിലില്ല. കുലു കാഫ് ദമ്മകു ലാം ദമ്മ വാവ് മത്തൊബി ഹറക്കത്താൻ. എന്നിട്ട് അലിഫിന്റെ പേര് അലിഫ് സിഫർ മുസ്തദീർ ലാ യുൻതഖ് ലു കുലു കുദിബു കാഫ് ദമ്മകു ദാൽ കസ്റദി കുദി ബാ ദമ്മ വാവ് മത്തൊബി ഹറക്കത്താൻ.
അലിഫ് സിഫർ മുസ്തദീർ ലാ യുന്തഖ് ബൂ കുദിബൂ. ശരി, അവസരം നിങ്ങൾക്ക് നൽകുന്നു. പറയൂ. നേരത്തെ വരാത്തവർക്ക് ആദ്യം അവസരം. ഏതെങ്കിലും ഒരു വാക്ക്, ഈ 12 ഏതെങ്കിലും. നമുക്ക് അവസാനിപ്പിക്കാനായി 5 മിനിറ്റും കൂടെ. യദൂഖൂന. ആ, നേരത്തെ വന്ന ആളാണെങ്കിലും സ്വാഗതം. യാ ഫത്ഹയ ദാൽ റാൽ ലമ്മ ബാബു മദ് മദ് തബീഇ മുസ്തദീർ മദ് തബീഇ ഹർക്കത്താൻ ذو قاف لما واو مد قاف لما واو مد قاف لما قاف لما ياء مد مفخمة. ഖാഫ് ദമ്മ യാ മദാണോ? സോറി قاف لما واو مد مفخمة തബീഇ ഹർക്കത്താൻ. വാവ് മദ് മുഫഖമാന്ന് വേണോ? അല്ലല്ല, വാവ് മദ് മുഫഖമ വേണ്ട, ഞാന് ലമ്മ മുഫഖമ അത് പറയണ്ടല്ലേ? ദമ്മക്ക് മുഫഖമ പറയണ്ട, നമ്മൾ ഫത്ഹക്ക് മാത്രം പറയാം. ഓക്കെ. ഖാഫ് ലമ്മ വാവ് മദ് മദ് തബീഇ ഹർക്കത്താൻ. വാവ് മദ് എന്ന് പറഞ്ഞ് വാവ് മദിന്റെ കൂടെ തന്നെ തൊബീ എന്ന് പറഞ്ഞാൽ മതി. ഒരു ഡബിൾ എൻട്രി വേണ്ട മദ് എന്നുള്ളതേ. ഖാഫ് ദമ്മ വാവ് മദ് തൊബീ ഹർക്കത്താൻ ഖൂ. പറഞ്ഞു നോക്കൂ. ഹർക്കത്താൻ ഖാഫ് ലമ്മ വാവ് മദ് തബീഇ ഹർക്കത്താൻ ഖൂ. നൂൻ ഫത്ഹാൻ യദൂഖൂന. യാ, വെരി ഗുഡ്, വെരി ഗുഡ്. യദൂഖൂന. ഓക്കെ ഓക്കെ. ബിദുനൂബി ചെയ്തോളൂ. ഫസ്റ്റത്തെ ബാ കസ്ര ബി ദാൽ ലമ്മ ദു നൂൻ ലമ്മ വാവ് മദ് തബീ ബിദുനൂ ബാ കസ്ര ബി ബിദുനൂബി. ഒന്നും കൂടെ പറഞ്ഞു നോക്കാം. ബാ കസ്ര ബി ദാൽ ലമ്മ ദു നൂൻ ലമ്മ വാവ് മദ് തബീ ഹർക്കത്താൻ ബിദുനൂബി. ബാ കസ്ര ബി ബിദുനൂബി. ബിദുനു മാറ്റിയിട്ട് ദുനു പറയാം, അല്ലെങ്കിൽ നൂ പറയാം, എന്നിട്ട് ബിദുനു എന്നൊക്കെ പറയാം. നമുക്ക് ഈ ബാഇനെ ബാ പ്ലസ് ദുനൂബിയാണ്. ആദ്യത്തെ ബാ പ്ലസ് ദുനൂബിയാണ്. അപ്പൊ ബാഇനെ ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് അവിടെ വെക്കാം, പിന്നെ ദുനൂബി കംപ്ലീറ്റ് ചെയ്തിട്ട് ബിദുനൂബി എന്ന് ആഡ് ചെയ്യാം. ഒന്നുകൂടി ചെയ്ത് നോക്കൂ. ബാ കസ്ര ബി ദാൽ ലമ്മ ദു നൂൻ ലമ്മ വാവ് മദ് തബീ ഹർക്കത്താൻ ദുനൂ. അല്ല, കസ്ര ബി നൂൻ ദമ്മ വാവ് മദ് തബീ ഹർക്കത്താൻ എന്ന് പറഞ്ഞാൽ ദുനൂ എന്നല്ല, നൂ എന്നാണ്. എന്നിട്ട് ദുനൂ. വാവ് മദ് തബീ ഹർക്കത്താൻ ദുനൂ. അല്ല അല്ല, അവിടെയാണ് ചെറിയൊരു പ്ലാനിങ് വ്യത്യാസം. അതായത് അതെന്തിനാന്ന് വെച്ചാൽ പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവും. വാവ് മദ് കൊടുത്തത് ഏതക്ഷരത്തിനാ? ദുനുക്കാണോ അല്ലെ നുക്കാണോ? നൂനിനാണ്. അപ്പൊ ദുനു എന്ന് വായിക്കണ്ട, ആദ്യം വായിക്കുമ്പോ നൂ എന്ന് വായിക്കണം, എന്നിട്ട് ദുനു എന്ന് വായിക്കണം. മനസ്സിലായില്ല? ഇല്ല, മനസ്സിലായിട്ടില്ല. പറഞ്ഞുതരാം. ബ കസ്ര ബി ദാൽ ദമ്മ ദു നൂൻ ദമ്മ വാവ് മദ് തബീ ഹർക്കത്താൻ. എന്നിട്ട് എന്താ വായിക്കണ്ടത്? യെസ്, നൂ നൂ എന്ന് വായിക്കണം, എന്നിട്ട് ദുനു വായിക്കേണ്ടതുള്ളൂ. അതാ ഞാൻ ചോദിച്ചത്, വാവ് മദ് കൊടുത്തത് ദുനു എന്നതിനാണോ അല്ലെങ്കിൽ നു എന്നതിനാണോ? ഓക്കെ ഓക്കെ, ശരി. ഇനി ഒന്ന് പറഞ്ഞു നോക്കൂ. ബാ കസ്ര ബി
ദാൽ ലമ്മ ദു നൂൻ ലമ്മ വാവ് മദ് തൊബി ഹർക്കത്താൻ നൂ ബാ കസ്ര ബി ബിദുനൂബി. അപ്പൊ ദുനൂബി വായിച്ചിട്ട് ബിദുനൂബി വായിക്കാം അല്ലേ? ആ ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്, ബാറക്കല്ല. ഇനി അടുത്ത വാക്ക് ഏതാ? ആരാ പറയണേ? ഞാൻ പറയാ. ഏതാ? അബൂഹുമ. അബൂഹുമ, പറഞ്ഞോളൂ. അലിഫ് ഹംസ ഫത്ഹ അ ബാ ലമ്മ വാവ് മദ് ത്വബീഇ ഹർക്കത്താൻ ബു അബു ഹ ലമ്മ ഹു അബൂഹു മീം ഫത്ഹ അലിഫ് മദ് ത്വബീഇ ഹർക്കത്താൻ മാ അബൂഹുമാ. ഗുഡ്. ഇനിയോ? ഞാൻ പറയാം സാറേ. ഞാൻ പറയാം. അബു ഹുമ എന്നുള്ളത് അബു എന്നുള്ളത് വേറെയും ഹുമ എന്നുള്ളത് അങ്ങനല്ലേ? അല്ല, അത് വാവിന്റെ കൂടെ ഒന്നും അങ്ങനെ എഴുതാൻ പറ്റൂലല്ലോ. വാവിന്റെ കൂടെ എഴുതാൻ പറ്റാത്തത് കൊണ്ട് രണ്ട് പീസായിട്ട് ഇങ്ങനെ തോന്നുന്നു. അബൂഹു എന്നാണ്. ഹുമ വേറെയാണ്. അതായത് അബൂ എന്ന് പറഞ്ഞാൽ ബാപ്പ, ഹുമ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരുടെയും. അപ്പൊ രണ്ടാള് തന്നെയാണ്. പക്ഷെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് എപ്പോഴും മുമ്പിലുള്ളതിനെ സെപ്പറേറ്റ് ചെയ്താൽ മതി. മുമ്പിൽ ഒരു അക്ഷരം വരുമ്പോൾ മാത്രം സെപ്പറേറ്റ് ചെയ്താൽ മതി. ഇതിവിടെ കൂട്ടി വായിച്ചാലും നമുക്ക് എന്ത് വരുന്നില്ല. ഇവിടെ ഹർക്കത്താൻ ബു അബു ഹു അബൂഹു എന്ന് പറയുമ്പോ ഒന്നും അർത്ഥത്തിനോ ആശയത്തിനോ ഒന്നും ക്ലിയർ കുറവ് വരുന്നില്ല. മറ്റടുത്ത് ബിദു ബിദുനു എന്ന് പറയുമ്പോൾ എന്തോ ഒരു സാധനം, ഒരു അറബി വാക്ക് അല്ലാതെ തോന്നിപ്പോകും. അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി അങ്ങനെ വായിച്ചു എന്ന് വിചാരിച്ചൊരു പ്രശ്നമൊട്ട് ഇല്ല കേട്ടോ. ബിദുനു എന്ന് ആരോ വായിച്ചു എന്ന് വിചാരിച്ച പ്രശ്നമൊന്നുമില്ല. ഓക്കെ, പറഞ്ഞോളൂ. അബു വേറെയാണ്, ഉമ വേറെയാണ്. പിന്നെ അടുത്ത ആള് വേറെ ഏതാ വാക്ക്? യൂഫിദൂന. യൂഫിദൂന. യാ ദമ്മ വാവ് മദ് ത്വബീ ഹർക്കത്താൻ യു ഫ കസ്റ ഫി യൂഫി ളാദ് ദമ്മ വാവ് മദ് ത്വബീ ഹർക്കത്താൻ തു യൂഫിദു നൂൻ ഫത്ഹന യൂഫിദൂന. യൂഫിദൂന ദാൽ ആവുന്നുണ്ടോ? യൂഫിദൂന. എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മൾ അത് പഠിക്കാൻ പോകുന്നുണ്ട്. യൂഫിദൂന യൂഫിദൂന. എന്നാലും എനിക്ക് തോന്നുന്നു ഒരു ദൂന വരുന്നുണ്ടോന്ന്. അല്ല, എനിക്ക് മാത്രം തോന്നുന്നു, വേറെ ആർക്കോ തോന്നിയാ? ദാന്നുള്ള പ്രൊനൗൺസിയേഷൻ വരുന്നുണ്ട്. അതെ, ദാല് കൂടുതൽ വന്നു പോയിട്ടുണ്ട്. അത് ഒരുപക്ഷെ ഓൺലൈനിൽ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. എന്നാലും ഓക്കെ, നമ്മൾ ശരിയാവും. അതാ ബൊമ്മ വരുമ്പോ പ്രത്യേകിച്ച് സാധ്യത കൂടുതലാണ്. വാദ് എന്ന് പറയുന്ന അക്ഷരം മുഫഹമല്ലേ? ഫതഹിലും കസ്റിലും നമ്മളിലൊക്കെ മുഫഹമാണ്. നമ്മൾ തഹജ്ജ് ചെയ്യുമ്പോൾ മുഫഹമാന്ന് പറയുന്നത് മാത്രമേ ഫതഹില് മുഫഹം വേണം, അതിൽ സംശയമൊന്നുമില്ല. അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല, തഹജ്ജ് ചെയ്യുമ്പോ പറയണമെന്നില്ല. തുഖാതിലൂന താ ളമ്മ തു ഖാഫ് ഫത്ഹ മുഫഖമ അലിഫ് മദ് തൊബി ഹർക്കത്താൻ ഖാ. അലിഫ് മദ് മുഫഖമാണോ മുറഖഖാണോ? മുഫഖമ. തുഖാ താ കസ്റതി തുഖാതി ലാം ളമ്മ വാവ് മദ് തൊബി ഹർക്കത്താൻ ലൂ തുഖാതിലു നൂൻ ഫത്ഹന തുഖാതിലൂന. വെരി ഗുഡ് ബാറക്കല്ലാഹ്. തുഖാതിലൂന നമ്മളത് അവിടെ അവസാനിപ്പിക്കുന്നു. ഇനി അടുത്ത വരുന്നതാ കുലു എന്നതിന്റെ സംശയം തീർക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്.
ഇത് നിങ്ങളൊന്ന് തഹജ്ജി എഴുതി വെക്കണം. സെപ്പറേറ്റ് ആയിട്ട് ഇതേപോലെ അലിഫ് സിഫർ മുസ്തദീർ മാത്രമേ ഞാൻ സ്ലൈഡിൽ എഴുതിയിട്ടുള്ളൂ. അതായത് അലിഫിന്റെ മുകളിലുള്ള സിഫറേ ഞാൻ വാക്ക് എഴുതിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഹെഡിങ്ങിൽ അലിഫ് സിഫർ മുസ്തദീർ എന്ന് എഴുതിയത്. ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മൾ മൂന്നും കാണിക്കും, യാ ഉള്ളതും വാവ് ഉള്ളതും കാണിക്കും. അപ്പൊ സിഫർ മുസ്തദീർ എന്ന് പറഞ്ഞ ഹെഡിങ് തന്നിട്ട് വേറെ തന്നെ പഠിപ്പിക്കും. ഇപ്പൊ നിങ്ങൾ അലിഫ് സിഫർ മുസ്തദീറിനെ മൈൻഡ് ചെയ്തോളൂ കാര്യമായിട്ട്. എന്നിട്ട് ഇത് തഹജ്ജി ചെയ്യണം. കുലു എന്നുള്ളത് ഞാൻ നേരത്തെ ചെയ്തു. കാഫ് ദമ്മാക്കു, ലാം ദമ്മ, വാവ് മദ് ത്വബീ ഹർക്കത്താൻ, അലിഫ് സിഫർ മുസ്തദീർ, ലാ യുൻതഖ്. ലാ യുൻതഖ് എഴുതുമ്പോൾ താ ആണ്, ശ്രദ്ധിക്കണം. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് അതിനകത്ത് എഴുതാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കണം. ഖാതലല്ലാഹു, ഇതുവരെ തഹജ്ജ് ചെയ്യാൻ അവസരം കിട്ടാത്ത ഒരാൾ വന്ന് തഹജ്ജ് ചെയ്യൂ. ഖാതലല്ലാഹു. ഖാഫ് ഫത്ഹ മുഫഖമ, അലിഫ് മദ് മുഫഖമ, തബീഇ ഹറകതാൻ, ഖാ താ ഫത്ഹ ത, ലാം ഫത്ഹ ല, ഖാതല, ഇസ്മുൽ ജലാല അല്ലാഹു, ഖാതലല്ലാഹു. ഓക്കേ, ഖാതലല്ലാഹു. ഖാതലല്ലാഹു. ഇസ്മുൽ ജലാല അല്ലാഹു എന്ന് പറയാതെ ഇസ്മുൽ ജലാല അല്ലാഹു, അതൊരു ഉഷാർ കിട്ടാൻ വേണ്ടിട്ട് അങ്ങനെ നിർത്തി പറയുന്നത്. ഇസ്മുൽ ജലാല അല്ലാഹു. ഇസ്മുൽ ജലാല അല്ലാഹു ഒന്ന് ഫ്രീ ആയി പറഞ്ഞു. ഇസ്മുൽ ജലാല അല്ലാഹു. ഖാതലല്ലാഹു. ഖാതലല്ലാഹു. ഓക്കേ, ബാറക്കല്ലാഹ്. അമറല്ലാഹു വേറെ ഒരാൾ വരാത്തവർ വരും. അലിഫ് ഹംസ ഫത്ഹ അ, മീം ഫത്ഹ മ, അമ, റാ ഫത്ഹ മുഫഖമ, റാ, അമറ. ഇസ്മുൽ ജലാല അല്ലാഹു, അമറല്ലാഹു. ബാ കസ്ര ബി, ഹാ കസ്ര ഹി, ബിഹി, അമറല്ലാഹു ബിഹി. അമറ റാ മുഫഖമാക്കിയാൽ മതി. അമറല്ലാഹു ബിഹി. അമറല്ലാഹു ബിഹി. അമറ 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 അമറല്ലാഹു ബിഹി. ഓക്കേ, വെരി ഗുഡ്, വെരി ഗുഡ്, ബാറക്കല്ലാഹ്. അറാദല്ലാഹു യുരീദുല്ലാഹു സാലിഹാതി വഖാല ലകും ഖാതലല്ലാഹു ജാഇലുക വഖതല ദാവൂദു ജാലൂത യുരീദുല്ലാഹു വയഖൂലൂന മാദാ. ഈ മൂന്നെണ്ണവും നിങ്ങൾക്ക് തഹജ്ജ് ചെയ്യാൻ ഹോംവർക്ക് ആയിട്ട് തരുന്നതാണ്. ഇതിന് പുറമെ നേരത്തെയുള്ള വാക്കുകളും ഒക്കെ ഉപയോഗപ്പെടുത്താം. ഖതല ദാവൂദ് ജാലൂത്ത മാത്രം ഞാനൊന്ന് പറയാം. വാവ് ഫത്ഹ വ, ഖാഫ് ഫത്ഹ മുഫഖമ ഖ, താ ഫത്ഹ ത ഖത, ലാം ഫത്ഹ ല ഖതല വഖതല, دال فتحة ألف مطبي حركتان دا، واو ضمة واو مطبي حركتان وو، داوو، دال ضمة دو، داوود، وقتل داوود. جيم فتحة ألف مطبي حركتان جا، لام ضمة واو مطبي حركتان لو، جالو، تاء فتحة جالوت، وقتل داوود جالوت. ഇങ്ങനെ ബാക്കിയുള്ളതും തഹജ്ജ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ക്ലാസ് ഇവിടെ അവസാനിപ്പിച്ചു. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.